അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകളിലെ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഖുർആൻ ഓതുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹു ഇഷ്ടം വെച്ച അവൻ്റെ അടിമകൾ, മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവരെങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുത്തത്, ഏത് ഇബാദത്ത് കൊണ്ടാണ്, ഏതാണ് കൂടുതൽ അവർ ചെയ്തത് എന്ന് നാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെയും നമുക്ക് വ്യക്തമാണ്. അവരുടെ ജീവിതത്തിൽ ധാരാളം ഖുർആനുണ്ടായിരുന്നു. എത്രമാത്രം അവർ ഖുർആൻ ഓതിയിരുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ റബ്ബിൻ്റെ കലാമെടുത്ത് ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതുകയാണ്. അവർക്ക് എന്തെന്നില്ലാത്തൊരു രസമാണ്, വല്ലാത്ത സുഖമാണ് ഖുർആൻ ഓതുക എന്ന് പറയുന്നത്. അത് വലിയൊരു തൗഫീഖാണ്. നമുക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം വേണം, അവരെ പോലെ ആകണമെന്ന് കരുതുന്നു. പക്ഷേ ദിവസത്തിൽ ഒരല്പപോലും, ഒരു പേജ് പോലും ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. വലിയ മടിയന്മാരാവുകയാണ്. അതേ സമയത്ത് സമയമില്ലാതെയാണോ? അല്ല, എത്രയോ സമയം. ഒന്ന് നമ്മുടെ മൊബൈൽ എടുത്തു നോക്കിയാൽ മതി, എത്ര സമയമാണ് അനാവശ്യമായി നമ്മളിന്ന് ഒരു ദിവസം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു അരമണിക്കൂർ ഇരുന്ന ഒരു ജുസു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഖുർആൻ ഓതാൻ കിട്ടുകയില്ലേ? ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. ഇനി അത്ര അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും, അപ്പോൾ ഒരു 2 ദിവസമാകുമ്പോൾ ഒരു ജുസ് എങ്കിലും ഉണ്ടാകുമല്ലോ. ഒരു 60 ദിവസമാകുമ്പോൾ ഒരു ഖത്തമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. ശ്രമിച്ചാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്, അതിനു വേണ്ടി ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിട്ടോ റബ്ബിൻ്റെ പ്രതിഫലം വേണമെന്ന് നാം കൊതിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ചെയ്യാത്തത് കൊണ്ടല്ലേ. നമ്മൾ ചെയ്താൽ തീർച്ചയായും കിട്ടും. എന്തൊരു പ്രതിഫലമാണ് ഒരു ലഫ്ള് ഓതിയതിനിക്ക് റബ്ബ് നൽകുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട എത്രയോ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടുപോകും. ഇത്രയെല്ലാം പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട് എന്ന് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ട് പോലും ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. അങ്ങനെ ആയിപ്പോകരുത്. നമ്മുടെ മുഅ്മിനീങ്ങളാണ്, മുത്തനബി പറഞ്ഞത് വിശ്വസിക്കുന്നവരാണ്. എത്ര പ്രതിഫലമാണ് ഖുർആൻ ഓതുന്നതിനിക്ക് അള്ളാഹിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് കാണാം. മുത്തനബി പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരാൾക്ക് ഖുർആൻ ഒരു ജുസ് ഓതിയാലേ ഒരു പ്രതിഫലം എന്നല്ല, ഒരു പേജ് ഓതിയാലേ ഒരാൾക്ക് അതിൻ്റെ പ്രതിഫലം എന്നല്ല. ഖുർആനിൻ്റെ ഒരു ഹർഫ് ഓതിയാൽ അതിനിക്ക് ഓരോ ഹർഫിലേക്ക് റബ്ബ് പ്രതിഫലം നൽകുകയാണ്. നോക്ക്, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താമത്തെ നബി പറഞ്ഞത്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അത് ആ ഓതിയ ഒരു ഹർഫിനിക്ക് അദ്ദേഹത്തിനിക്ക് പ്രതിഫലമുണ്ട്. മനസ്സിലാക്കണം. ഒരു 10 ഹർഫ് ഓതിയാലേ ഒരു പ്രതിഫലം കിട്ടുകയുള്ളൂ, ഒരു പേജ് ഓതിയാലേ ഒരു പ്രതിഫലം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ജുസ് ഓതിയാലേ അങ്ങനെയല്ല. ഒരു ലഫ്ള് ഓതിയാലും അതിന് പ്രതിഫലമുണ്ട്. എന്നിട്ട് പറയുന്നു, വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഒരു ലഫ്ള് ഓതിയാൽ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ് നീ അതിനെ ചെറുതാക്കി കാണരുത്. റബ്ബാണ് നൽകുന്നത്. അവരുടെ കയ്യിൽ എത്ര മാത്രമുണ്ട്. അതൊന്നും തീർന്നു പോകുന്ന നിഅമത്തുകളല്ല, ഹസനാത്തുകളല്ല. അവൻ ഒരു പ്രതിഫലം നൽകുന്നു പറഞ്ഞാൽ അതിന് ഇരട്ടി 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 പ്രതിഫലം നൽകും. എന്തിനു വേണ്ടി? ഒരു ജുസ് ഓതിയതിനല്ല, ഒരു പേജ് ഓതിയതിനല്ല, ഒരു ഹർഫ് ഓതിയതിന് അല്ലാഹു നൽകുന്നത് 10 ഇരട്ടി, അതിനേക്കാൾ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. കേവലം ഒരു ഹർഫ് ഓതിയതിൻ്റെ പേരിൽ മുത്തുനബി എത്ര ഭംഗിയായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ടോ മുത്തുനബി നിർത്തിയില്ല. അവിടുന്ന് പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തമാണ് മുത്തുനബി പറഞ്ഞത്. അതായത് ഖുർആനിൽ നാം ഓതുന്ന ഒരായത്താണല്ലോ അലിഫ് ലാം മീം.
അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു പോകും ഇത് ഒരു ഹർഫാണെന്ന്. അല്ല, അതിന് 3 ഹർഫുണ്ട്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അപ്പൊ അലിഫ് ലാം മീം ഓതിയ ടോട്ടൽ ഓതിയാലേ അതിലേക്ക് പ്രതിഫലം എന്നല്ല, അലിഫ് ഓതുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അലിഫ് ഓതിയതിന്റെ പേരിൽ അതിന് ഇരട്ടി റബ്ബ് പ്രതിഫലം നൽകുകയാണ്. അതിന്റെ ശേഷമുള്ള രണ്ടാമത്തെ ലാം ഓതലോടുകൂടെ രണ്ടാമത്തെ പ്രതിഫലം അത് ഇരട്ടി കിട്ടുകയാണ്. മൂന്നാമത്തെ പ്രതിഫലം മീം ഓതുമ്പോഴേക്ക് അല്ലാഹു നൽകുകയാണ്. കേവലം ഒരു അലിഫ് ലാം മീം ഓതുമ്പോഴേക്ക് എത്രമാത്രം പ്രതിഫലം റബ്ബ് നൽകുകയാണെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. മുത്തുനബി ഇത്രമാത്രം വ്യക്തമായി ഇത്രമാത്രം ഗൗരവത്തോടു കൂടെ ഖുർആൻ ഓത്തിനെ കുറിച്ച് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അതിനോട് നമുക്ക് കൊതി തോന്നിയിട്ടില്ലെങ്കിൽ നാം വളരെ ഖേദിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളങ്ങനെ ആയി പോകരുത്. ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും എല്ലാ ദിവസം ഒന്നിരിക്കലോ സുബഹി നിസ്കാരത്തിന്റെ ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഏതെങ്കിലും ഒരു സമയം ഒരല്പസമയമെങ്കിലും ഖുർആൻ ഓതാൻ നമ്മുടെ ജീവിതത്തിൽ നാം സമയം കണ്ടെത്തണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. കേവലം റമദാനിൽ മാത്രമാണ് ഖുർആൻ ഓതേണ്ടത്, അങ്ങനെയൊന്നുമല്ല. റമദാനിൽ ധാരാളം ഖുർആൻ ഓതേണ്ട മാസമാണ്. മറ്റുള്ള മാസങ്ങളിലൊക്കെയും നിർബന്ധമായിട്ട് നാം ഓതേണ്ടതാണ് ഖുർആൻ എന്ന ബോധം, എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. ഇത്രമാത്രം പ്രതിഫലം കിട്ടുന്ന ഈ അമൽ നാം നഷ്ടപ്പെടുത്തരുത്, നാം അത് കൈവിടരുത്, അതിനെ നാം നിസാരതയോടുകൂടെ കാണരുത്. ഖുർആനാണ് നമുക്ക് കാവല്, ഖുർആനാണ് നമുക്ക് എല്ലാ മുസീബത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത്, ഖുർആനാണ് നമുക്ക് ഖബറിൽ വെളിച്ചമുള്ളത്. വളരെ ഗൗരവത്തോടു കൂടെ കാണണം. അതിന് ഖുർആൻ ഓതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വബുഹാ വഇൻ ഖല്ല. ഏതോ ഒരു ദിവസം ധാരാളം ഖുർആൻ ഓതുക അതല്ല അല്ലാഹുവിന് ഇഷ്ടം. എല്ലാ ദിവസവും അത് എത്ര കുറച്ചാണെങ്കിലും ശരി, ഒരാൾക്കൊരു 5 മിനിറ്റേ ഓതാൻ കഴിയും, എന്നാലും എല്ലാ ദിവസവും ഓതുന്നതാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടം. ഇനി ഒരാൾക്ക് ഒരു പേജേ ഒരു ദിവസത്തിൽ ഓതാൻ സമയം കിട്ടുകയുള്ളൂ, അങ്ങനെയെങ്കിൽ ആ ഒരു പേജ് അവനിങ്ങനെ ദായിമയാക്കണം, നിത്യമാക്കണം. അതിലാണ് വലിയ പ്രതിഫലമുള്ളത് എന്നും ഖുർആൻ ഓതുന്നവരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ പ്രതിഫലമുള്ള ഖുർആൻ ഓത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.